വെൽക്കം ടു ബ്ലൂം ഹഷ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ. മിസ്റ്റർ DIY വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് പാർട്ട് 2 വീഡിയോയിൽ ഇടാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ ലോങ് വീഡിയോ ആണ് ഇത്. ആദ്യം ഈ ബ്ലാക്ക് കളറിലെ മെറ്റാലിക് ഫിനിഷ് വരുന്ന ഒരു പെൻ ഹോൾഡറാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പോയ ദിവസം എനിക്ക് ക്യാരി ബാഗ് അവിടെ നിന്ന് കിട്ടിയില്ലായിരുന്നു. അവിടുത്തെ ക്യാരി ബാഗ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രാൻസ്പെറൻറ്റ് കവറിലാണ് എനിക്ക് അവർ തന്നത്. പിന്നെ ഞാൻ മേടിച്ചത് ഇതുപോലത്തെ വുഡൻ ക്ലിപ്സ് ആണ്. അതിൻ്റെ കൂടെ ചാക്കുനൂലും കൂടി അവർ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ക്യൂട്ട് പെൻസ് ആണ്. ഇതിൽ 3 എണ്ണം ഉണ്ട്. ഈ 3 പെൻസും ബ്ലാക്ക് ജെല്ലാണ്. ആൻഡ് ഇതിന് 3 എണ്ണത്തിനും കൂടി എനിക്ക് ഏകദേശം ഒരു 40 റുപ്പീസാണ് ആയിട്ടുള്ളത്. ഫസ്റ്റത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാൻഡ കിട്ടനും പിന്നെ ഒരു പിഗും പിന്നെ ഒരു ക്യാറ്റുമാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് എനിക്കൊരു 45 റുപ്പീസിന് സ്ലീപ്പിംഗ് ഐ മാസ്ക് ആണ് കിട്ടിയിട്ടുള്ളത്. അതിൽ MRP എന്തോ 49 സംതിങ് ആയിരുന്നു. എനിക്ക് ജസ്റ്റ് 45 റുപ്പീസിനാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടില്ലേ ഈ പാൻഡ കുട്ടൻ. നെക്സ്റ്റ് വരുന്ന 77 റുപ്പീസിന് എനിക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിക്കേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. ഇതാ സൺലൈറ്റിൽ കിടന്ന് ഷൈൻ ചെയ്യുന്ന കണ്ടില്ലേ, എന്ത് രസമല്ലേ കാണാൻ. നെക്സ്റ്റ് എനിക്ക് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഫാബ്രിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് അത് മാറ്റി വെക്കും. പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം എനിക്ക് ആവശ്യമുള്ളപ്പോഴായിരിക്കും ഞാൻ ഈ ബ്രഷ് അന്വേഷിക്കുന്നത്. അത് ഞാൻ കഴുകാതെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക്. നെക്സ്റ്റ് ജേർണലിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റിക്കേഴ്സാണ്. ഇതിൽ 5 ഷീറ്റ്സ് ആണ് വരുന്നത്. 5ലും ഇതുപോലത്തെ കുറേ വെറൈറ്റി സ്റ്റിക്കേഴ്സ് ഉണ്ട്. എനിക്കിതിൽ 3rd വണ്ണാണ് കൂടുതൽ ഇഷ്ടമായത്. എനിക്ക് ജേർണലിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു ജേർണൽ ബുക്കാണ് മേടിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിങ്ങനെ കവറിലായതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല ഉള്ളിൽ റൂൾഡ് ആണോ അൺറൂൾഡ് ആണോ എന്ന്. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് റൂൾഡായിട്ട് തോന്നിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോഴായിരുന്നു മനസ്സിലായത് ഇത് റൂൾഡ് ആണെന്ന്. സാരില്ല, നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും ഇനി ജേർണലിംഗ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ടാവും. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജേർണൽ സപ്ലൈസ് വെച്ചിട്ട് നമുക്ക് ജേർണലിംഗ് ചെയ്യാനായിട്ട് ഒരു ജേർണൽ സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു ക്യൂട്ട് സിസേഴ്സാണ്. എനിക്കിത് 36 റുപ്പീസിനാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു നോട്ട് പാഡാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഈ ഒരു നോട്ട് പാഡിന് എനിക്ക് 57 റുപ്പീസാണ് ആയത്. നേരത്തെ കാണിച്ച ആ ഒരു ജേർണൽ ബുക്കിന് 59 റുപ്പീസും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മിസ്റ്റർ DIY സ്റ്റോറിൽ നിന്ന് അഫോർഡബിൾ ആയിട്ട് മേടിച്ചിട്ടുള്ള സാധനങ്ങൾ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ.